കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാകനി വീട്ടുവാനെരിയുമീ പൊടികളിൽ കനിയാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. പുലർവേളയിൽ ജയദേവഗീതാലാപനം ചോട്ടിൽ മലർമുട്ടു കോക്കാൻ പോകാം ആന കേറാമേറ്റിൽ തിരിയായിരത്തിരി കൊടുത്താമിനിയുമീ കഥകളിൽ ഇളവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിന്നു ആയി നിന്നാകമോ ആമായി നീ പുലർത്തന്നിയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ആദർശിക, നമ്മുടെ റെഡ് കാർപ്പറ്റ് വനിതകളുടെ ഒരു പ്രതിഭ തട്ടകം അല്ലെങ്കിൽ വനിതകൾക്ക് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള ഒരു വേദിയാണിത്. അപ്പൊ അവിടെ ചരിത്രം മാറ്റിക്കുറിച്ച് നാദർശിക ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇപ്പം കുറച്ച് എപ്പിസോഡ്സ് ആയി. പുതിയ സിനിമയുടെ ഒരു വിശേഷം അവിടെ നിൽക്കുകയാണ്. പണ്ടത്തെ ഒരു കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ മിമിക്രിയിൽ സിനിമയിലേക്ക് വരുന്നവർ എപ്പോഴും ഒരു ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റം ഇപ്പോൾ ഉണ്ടായി. നാദർശിക എങ്ങനെയാണ് ആ മാറ്റത്തെ കാണുന്നത്? പോസിറ്റീവായിട്ടായിരിക്കും ഒബ്വിയസ്ലി, എന്നാലും മിമിക്രിയിൽ നിന്ന് ആദ്യമായിട്ട് സിനിമയിൽ വന്നത്, അതായത് ഒരു ഹീറോ പരിവേഷത്തിൽ വന്നത് ജയറാമേട്ടനാണ്. മിമിക്രി കളിച്ചുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കൊടുത്തത്, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് സിനിമ എന്താ പറയാ ഒരു ഹീറോയെ ലഭിക്കും എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുത്ത് ആള് ജയറാമേട്ടനാണ്. അതിനു മുമ്പ് മിമിക്രിയിൽ നിന്ന് വന്ന ഒത്തിരി പേരുണ്ട്. ജഗദീഷ് ചേട്ടനുണ്ട്. അപ്പം കൂടുതലും ആൾക്കാർ ഇപ്പൊ ജയറാമേട്ടൻ ഒഴിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബാലേന്ദ്രമേനോൻ സാറ് ഒരു പ്രാവശ്യം എന്നെ കണ്ടപ്പോ പറഞ്ഞു ഞാൻ മിമിക്രി ആയിരുന്നു എന്ന് പറഞ്ഞു. മേനോൻ സാറ്, പിന്നെ മേനോൻ സാറ് മമ്മൂക്ക പഴയ മിമിക്രിക്കാരനായിരുന്നു. അപ്പൊ മമ്മൂക്ക പക്ഷെ അറിയപ്പെടുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളിൽ നിന്ന് സിനിമയിലേക്ക് വന്നത് ജയറാമായിരുന്നു. ജയറാമേട്ടന് ശേഷം ദിലീപ് വന്നു. പിന്നെ അങ്ങനെ ഹീറോ പരിവേഷത്തില്, അതല്ലാതെ ഹാസ്യ റോളുകളും അല്ലെങ്കിൽ മറ്റ് വേഷങ്ങളും ചെയ്തു വന്നിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർക്ക് നല്ല ക്യാരക്ടർ റോൾസ് കിട്ടിയപ്പോ അവരങ്ങ് തകർത്ത് അഭിനയിച്ച് ഒരുപാട് അവാർഡ്സ് ഒക്കെ വാരിക്കൂട്ടി. തമാശ ചെയ്യാൻ അറിയാവുന്നവർക്ക്, അത് പ്രകടിപ്പിക്കാൻ അറിയാവുന്നവർക്ക്, അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയാവുന്നവർക്ക് മറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും, ഈസി ആയിരിക്കും. മിമിക്രിയിൽ നിന്ന് വന്നവരാണ്, അവർ കൊമേഡി മാത്രം ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു ധാരണ തെറ്റാണ്. തീർച്ചയായിട്ടും അത് തിരുത്തി കുറിക്കുന്ന കുറെ ആൾക്കാർ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു വലിയൊരു ഭാഗ്യം അല്ലേ? തീർച്ചയായിട്ടും. അതെ, ഈ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞ മൂവി തന്നെ ഒരു കംപ്ലീറ്റ് ഒരു എക്സ്പെരിമെന്റൽ ആണെന്ന് വേണ്ടി പറയാല്ലേ? കാരണം അപ്പൊ അതൊക്കെ നാദർശിക്ക് ഒരു ചലഞ്ച് തന്നെയായിരുന്നു. അത് നന്നാകും എന്ന് ഉള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില്, ഇത് മോശം സിനിമ എന്ന് ആരും പറയൂല എന്നുള്ളൊരു ധാരണയിൽ മേക്ക് ചെയ്താണ്. എല്ലാം കൊണ്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. സ്പെഷ്യലി ആ തേപ്പുകാരിയുടെ ക്യാരക്ടറൊക്കെ അത് മാത്രം അബദ്ധം പറ്റിയുള്ളൂ, ബാക്കി എല്ലാം ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അത്രയും ഗംഭീരമുള്ളൊരു സിനിമയായിരുന്നു. ഇനി കേശുവിന്റെ വിശേഷങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ഉർവശി ചേച്ചി വെച്ചിട്ട് എനിക്കൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ കിട്ടിയത്. ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം എന്താണ് ചേച്ചി എന്തൊരു ടാലന്റഡ് ആണ്. നമ്മുടെ ലൊക്കേഷനിൽ തന്നെ ചേച്ചിയായിരുന്നു ഫുൾ എനർജറ്റിക് ആയിട്ട് നിന്ന ഒരു പേഴ്സണാലിറ്റി. അതായത് ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരുന്ന ഒരു ആർട്ടിസ്റ്റ്, അഭിനേത്രിയാണ് ഉർവശി ചേച്ചി. നമ്മള് എന്താ പറയാ, കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ കട്ടപ്പനയുടെ കുറെ കാര്യം പറഞ്ഞു. അപ്പൊ കട്ടപ്പനയിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് നമ്മുടെ ബാക്കി കാര്യപരിപാടിയിലേക്ക് പോയാലോ?
അനുരാഗമേഘമായി അണയുന്നു ചാരെ ഞാൻ ഇനി നിന്നിതളിൽ പൊഴിയാ മഴനീർ മണിയായി അഴകേ 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 നനു നന വീഴും മഴയേ ഇനി എൻ മിഴികൾ ഒരു നിഴലായി നിൻ വഴിയേ അഴകേ അഴകേ ഒരു മഴവില്ലിൻ കതിരേ കനവിൻ പുഴയിൽ ഒഴുകുകയാണെൻ മനമേ അഴകേ താങ്ക് യു സോ മച്ച്. നമുക്കിനി നമ്മുടെ പെർഫോമറെ കാണാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ യാത്രയിലൂടെ നമ്മൾ കണ്ടുവെച്ച കുറച്ച് വിശേഷങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കാണാം. കാലത്തിനൊപ്പം യാത്ര തുടരാനാകാതെ ഉഴലുന്ന നോക്കുവിദ്യാ പാവകളിയിൽ പ്രതിഭ തെളിയിച്ച പെൺകരുത്ത്. ഹായ്, ഞാൻ രഞ്ജിനി. എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ മോനിപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് BCom തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. നോക്കുവിദ്യാ പാവക്കളിയിലൂടെ 2020 പത്മശ്രീ പുരസ്കാരം കരസ്ഥമാക്കിയ പങ്കജാക്ഷി അമ്മയുടെ ചെറുമകളായ രഞ്ജിനിയുടെ ഗുരുവും മാർഗദർശിയും മുത്തശ്ശി തന്നെയാണ്. ഇത് ചെയ്യാൻ തന്നെ ചെയ്യുന്നില്ല, ഞാൻ വേണ്ടവർ ചെയ്യാൻ പറ്റത്തില്ല. എന്ത് രീതിയെല്ലാം വേണമെങ്കിലോ നിനക്ക് വേണമെന്ന് ഇതിനെപ്പറ്റി ഉണ്ടായ കാര്യമുണ്ടോ? ഇടയ്ക്ക് വെച്ച് ഈ കല അന്യം നിന്ന് പോകാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ മുത്തശ്ശിക്ക് വല്ലാതെ സങ്കടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂട്ടി ഇങ്ങനെ പഠിപ്പിക്കണം നമുക്കൊരു ഇത് തോന്നി. കാരണം അമ്മ ഇടയ്ക്കൊന്ന് പാരീസിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ ഈ പ്രോഗ്രാം ഒരിക്കലും കൈവിട്ട് പോകരുതെന്നുള്ള രീതിയിൽ സംസാരിച്ച് അങ്ങനെ പഠിപ്പിച്ചെടുത്ത കൂട്ടത്തിൽ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിച്ചെടുത്തതായിരുന്നു. ഇതാണ് എൻ്റെ കുടുംബം. ഇതെൻ്റെ അമ്മ രാധാമണി, ഇത് എൻ്റെ ചേട്ടായാണ്. ചേട്ടായാണ് പ്രോഗ്രാമിന് സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്, രഞ്ജിത്ത്. ഇതെൻ്റെ മുത്തശ്ശി പങ്കജാക്ഷി അമ്മ. ഞാൻ രഞ്ജിനിയുടെ ചേട്ടനാണ്. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞാൻ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാവകൾ കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യുമ്പോഴും അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. പൈതൃകത്തെയും പരമ്പരാഗത കലയെയും സ്നേഹിക്കുന്ന കോട്ടയം മോനിപ്പള്ളി സ്വദേശിനിയായ രഞ്ജിനിക്ക് പെൺ പ്രതിഭകളുടെ തട്ടകത്തിലേക്ക്, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഒരു വെറൈറ്റി ഒരു പെർഫോമറെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടിയിരിക്കുന്നത് അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് ഇനി ഒരു പാവകളി കാണാൻ പോകുന്നത്. നോക്കുവിദ്യ പാവക്കളി. നാദർശിക കണ്ടിട്ടുണ്ടോ? ഞാൻ പാവളി കണ്ടിട്ടുണ്ടല്ലേ? പക്ഷേ നോക്കുവിദ്യ പാവളി എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ടൈമാണ്. അതും നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ഒരു ജനറേഷനിൽ ആ ഒരു കല കൊണ്ട് നടക്കുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു കുട്ടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പത്മശ്രീയൊക്കെ ലഭിച്ച പങ്കജാക്ഷി അമ്മയുടെ കൊച്ചുമകൾ രഞ്ജിനിയെ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദ ഷോ രഞ്ജിനി. രഞ്ജിനി, ഞങ്ങള് നാദർശിക്കേക്കാളും കൂടുതൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാവകളി ലൈവായിട്ട് കാണാൻ പോകുന്നത്. കുഞ്ഞുനാളിന് മുതൽ പഠിച്ചു തുടങ്ങിയായിരുന്നു? അതേ കുറച്ച് വലുതായതിനു ശേഷമാണോ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്? 8 വയസ്സ് മുതൽ. അപ്പോഴൊക്കെ അമ്മൂമ്മ തന്നെയാണ് പഠിപ്പിച്ചത്? അമ്മൂമ്മയ്ക്ക് പത്മശ്രീ ഒക്കെ കിട്ടിയല്ലോ, അന്ന് വീട്ടിൽ എന്തായിരുന്നു നിങ്ങളുടെ ആഘോഷം? അത് വൈകുന്നേരമായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് അവിടുന്ന് വിളിച്ചു പറയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല തീരെ. അപ്പോൾ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കുറെ നേരത്തേക്ക് കുറെ നേരം ഇങ്ങനെ രോമാഞ്ച് അതായിട്ട് ഇരിക്കുകയായിരുന്നു. അമ്മൂമ്മ നമ്മുടെ ഫ്ലോറിൽ വരാന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ പല കാര്യം കൊണ്ട് ഈ ലോക്ക്ഡൌൺ ഇഷ്യൂസ് ഒക്കെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. അതെ, അങ്ങനെയാണ് നമുക്ക് അമ്മൂമ്മയെ മിസ് ചെയ്തത്. എന്തായാലും ഇനി എപ്പോഴെങ്കിലും നമുക്ക് കൊണ്ടുവരാം അല്ലേ? ഓക്കെ. അപ്പൊ ഈ പാവകളെ കുറിച്ച് കൂടുതൽ എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് തീം ഉണ്ടോ നിങ്ങൾക്ക്? അതെയോ എങ്ങനെയാണ്? മറ്റുള്ള പാവകളിയിലേക്കാളും വ്യത്യസ്തം എന്താന്ന് വെച്ചാൽ ഇത് മേൽചുണ്ടിൽ ബാലൻസ് ചെയ്ത് നിർത്തി ചെയ്യുന്ന ഒരു കലയാണ്. മേൽചുണ്ടിൽ ബാലൻസ് ചെയ്ത് നിർത്തി. അപ്പോൾ മേൽചുണ്ടിൽ ബാലൻസ് ചെയ്ത് കണ്ണ് വെച്ച് കൺട്രോൾ ചെയ്യും. ഓ, അതാണ് നോക്കുവിദ്യ. കണ്ണ് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് അല്ലേ? ഓ, അത് ശരി. ഇതിന്റെ ഒരു മ്യൂസിക് ഉണ്ടോ ഇതിനെ? അതെങ്ങനെയാണ്?
നമ്മളുടെ ഈ പ്രോഗ്രാമിന് ഒരു കഥയുണ്ട്. ഓക്കെ. ആ കഥയ്ക്ക് ഏത് കഥാപാത്രമാണോ ചെയ്യുന്നത് ആ കഥാപാത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കഥ പാട്ടിലൂടെ ഇങ്ങനെ പറയും. അപ്പൊ നമുക്ക് സമയം കളയാതെ അങ്ങ് തുടങ്ങി കളയാം അല്ലേ? റെഡി അല്ലേ? വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല, ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, നല്ല ചിരിച്ച മുഖത്തോടെ ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. ആദ്യമായിട്ട് വിളക്ക് കത്തിച്ചാണ് നമ്മൾ തുടങ്ങാറുള്ളത്. ഗണപതി സ്തുതിയായിട്ട് കണക്കാക്കുന്നത്. ഗണപതി ഭഗവാൻ വരമരുളേണം, വച്ച വിളക്കിനെ കൈതൊഴുന്നേ. ഗണപതി ഭഗവാൻ വരമരുളേണം, വച്ച വിളക്കിനെ കൈതൊഴുന്നേ. ലക്ഷ്മി ഭഗവതി തുണ ചെയ്തിടുക, ലക്ഷ്മി ഭഗവതി തുണ ചെയ്തിടുക, വെച്ച വിളക്കിനെ കൈതൊഴുന്നേ, വച്ച വിളക്കിനെ കൈതൊഴുന്നേ. സരസ്വതി ദേവി വിളയാടിടുക, സരസ്വതി ദേവി വിളയാടിടുക, വച്ച വിളക്കിനു നമാമ്യഹം, വച്ച വിളക്കിനു നമാമ്യഹം. അടുത്തതായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഏറ്റവും വെയിറ്റ് ഉള്ളത് ഈ 2 പാവകൾക്കാണ്. പരിഘ വിരവൊടു പോരിനായി വിരുതുള്ള വീരനതെങ്കിലോ, പരിഘ വിരവൊടു പോരിനായി വിരുതുള്ള വീരനതെങ്കിലോ, തരുവതെന്നു പറഞ്ഞു തുള്ളിയടർത്തെടുത്തൊരു വൻമരം, തരുവതെന്നു പറഞ്ഞു തുള്ളി അടർത്തെടുത്തൊരു വൻമരം. പൊരുതു പൊരുതു തുടങ്ങിനാനവരിരുവരും ഒരു പോലുടൻ, പൊരുതു പൊരുതു തുടങ്ങിനാൻ അവരിരുവരും ഒരു പോലുടൻ. ചാടിയോടിയടിക്കയും അടികൂടയങ്ങു തടുക്കയും, ചാടിയോടിയടിക്കയും അടികൂടയങ്ങു തടുക്കയും, തല്ലി മലകളിളക്കിയും ചൊല്ലുള്ള മല്ലനിടിക്കയും, കൈക്കു കോർത്തു പിടിക്കയും കാൽ പൊക്കി മെല്ലെ അടിക്കയും. തങ്ങമങ്ങിതുപോലെയങ്ങവർ തങ്ങളിൽ പൊരുതുമ്പോഴോ, തങ്ങമിങ്ങതുപോലെയങ്ങതു തങ്ങളിൽ പൊരുതുമ്പോഴോ, കൊന്നൊടുക്കി മുടിച്ചരക്കന് മന്നവൻ ശ്രീരാമനും, കൊന്നൊടുക്കി മുടിച്ചരക്കന് മന്നവൻ ശ്രീരാമനും, മന്നവൻ ശ്രീരാമനും, മന്നവൻ ശ്രീരാമനും. അടുത്തതായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നാഗമായിട്ടാണ് കാണിക്കുക. അതിൻ്റെ ഉടല് പനയുടെ ഈർക്കിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ വളച്ചു പിടിച്ച് നിർത്തി ബാലൻസ് ചെയ്യുക. ആടുപാമ്പേ പുനം തേടുപാമ്പേ, ആനന്ദ ചിത്തനെ വച്ചാടുപാമ്പേ, ആടുപാമ്പേ പുനം തേടുപാമ്പേ, ആനന്ദ ചിത്തനെ വച്ചാടുപാമ്പേ. അക്കരെ വടകര വഞ്ചി മൂട്ടിൽ പാമ്പ്, അക്കരെ വടകര വഞ്ചി മൂട്ടിൽ പാമ്പ്, വാലും വളച്ചിരുന്ന മൂർഖൻ പാമ്പേ, വാലും വളച്ചിരുന്ന മൂർഖൻ പാമ്പേ. അക്കരെ വടകര വഞ്ചി മൂട്ടിൽ പാമ്പ്, വാലും വളച്ചിരുന്ന മൂർഖൻ പാമ്പേ. ഉത്തക്കുഴിയിലെ മണ്ണെടുത്ത പാമ്പ്, ഉത്തക്കുഴിയിലെ
മണ്ണെടുത്ത പാമ്പ് ഉദരപുനത്തിൽ വച്ച് മുട്ടയിട്ട പാമ്പ് ഉദരപുനത്തിൽ വച്ച് മുട്ടയിട്ട പാമ്പ് ആടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ. അടുത്തതായിട്ട് എടുക്കുന്നത് ചൂതുപടി എന്ന് പറഞ്ഞൊരു ഐറ്റാണ്. ചൂതുപടി. ചൂതുപടി 8 പടികളുണ്ട്. അതിൻ്റെ അറ്റത്തായിട്ട് ഓരോ കുടുക്കകളുണ്ട്. ആ കുടുക്കയ്ക്കുള്ളിൽ ഈർക്കിൽ കയറ്റാണ് നാക്ക് ഉപയോഗിച്ച്. അങ്ങനെയുള്ളൊരു വിദ്യ. ഏറ്റവും ടഫ് ഇതായിരുന്നു പഠിക്കാൻ. ഞാൻ ഏറ്റവും ലാസ്റ്റ് പഠിച്ചെടുത്തത് ഇതാണ്. ഭയങ്കര ബുദ്ധിമുട്ടിന് വെയിറ്റും ഉണ്ട്. കൊടുത്തിട്ട് ബാലൻസ് ചെയ്ത് നിർത്തി കുറച്ച് സമയമെടുക്കും. പാണ്ഡവക്കുലൈ പ്രേമ ഭാജനമാകിയ ഭഗവാൻ ഗതി നമുക്കേ. പാണ്ഡവർക്കുലൈ പ്രേമ ഭാജനമാകിയ ഭഗവാൻ ഗതി നമുക്കേ. പാണ്ഡവർക്കുലൈ പ്രേമ ഭാജനമാകിയ ഭഗവാൻ ഗതി നമുക്കേ. പരിലൊളിന്തവനെ പാഹിമണാളനെ പരിലൊളിന്തവനെ പാഹിമണാളനെ ഭക്തജന പരനേ. പാണ്ഡവർക്കുലൈ പ്രേമ ഭാജനമാകിയ ഭഗവാൻ ഗതി നമുക്കേ. പാണ്ഡവർക്കുലൈ പ്രേമ ഭാജനമാകിയ ഭഗവാൻ ഗതി നമുക്കേ. പരിലൊളിന്തവനെ പാഹിമണാളനെ ഭക്തജന പരനേ. പാണ്ഡവർക്കുലൈ പ്രേമ ഭാജനമാകിയ ഭഗവാൻ ഗതി നമുക്കേ. പരിലൊളിന്തവനെ പാഹിമണാളനെ ഭക്തജന പരനേ. പാണ്ഡവർക്കുലൈ പ്രേമ ഭാജനമാകിയ ഭഗവാൻ ഗതി നമുക്കേ. കാരുണ്യശീലനെ കാരുംപുരാണനെ കാത്തുകൊള്ളേണം മാധവ. പാണ്ഡവർക്കുലൈ പ്രേമ ഭാജനമാകിയ ഭഗവാൻ ഗതി നമുക്കേ. പാണ്ഡവർക്കുലൈ പ്രേമ ഭാജനമാകിയ ഭഗവാൻ ഗതി നമുക്കേ. രഞ്ജിനി, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. അസലായിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഞാൻ കാണുന്നത്. നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതിനെല്ലാം നല്ല വെയിറ്റ് ഉണ്ട്. കണ്ണ് വേദനിക്കും. വേദനിക്കോ? കണ്ണും പെടലിയും എല്ലാം വേദനിക്കും. പിന്നെ ഇവിടെ വേദനിക്കില്ല? ഇങ്ങനെ വേദനിക്കും. വെയിറ്റ് ഉള്ളത് വരുമ്പം വേദനിക്കില്ലേ? ഇത് 8 വയസ്സിൽ ഈ വെയിറ്റ് തന്നെയാണ് പ്രാക്ടീസ് ചെയ്തത്? അല്ല, ചെയ്ത് പഠിച്ചത് ചെറുതായിരുന്നു. കുഞ്ഞത് വെച്ചാണ് പഠിച്ചത്. വെയിറ്റ് കുറഞ്ഞത്. ഇത് അമ്മൂമ്മ യൂസ് ചെയ്തിരുന്നതാണ് ഇതൊക്കെ? ഇതെല്ലാം അമ്മമ്മ യൂസ് ചെയ്തിരുന്നതാ. 50 വർഷത്തോളം പഴക്കമുള്ളത് ഇപ്പൊ. ഓ, അതിനത്രയും പഴക്കമുണ്ടല്ലേ? ഓ, അത് ശരി. അപ്പൊ എന്തായാലും ഈ ഒരു കലാരൂപം ഇപ്പൊ ഇവരുടെ ഫാമിലിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവർ രഞ്ജിനിയിലൂടെ ഒരുപാട് പേര് ഇത് പഠിക്കട്ടെ അല്ലേ? ഈ ഒരു കലാരൂപം ഒത്തിരി വേദികളിലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. രഞ്ജിനിയെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങളുടെ ഷോയിൽ വന്നതിന്. അമ്മൂമ്മയോട് പ്രത്യേകം ഞങ്ങളുടെ അന്വേഷണവും സ്നേഹവും ഒക്കെ അറിയിക്കാം.
ഓക്കെ, അപ്പൊ നാദർശിക വരൂ, നമുക്ക് ആ മൊമെന്റോ പ്രസന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും അമ്മൂമ്മയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു മൊമെന്റോ കേട്ടോ. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ രഞ്ജിനിക്ക്? ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന ആദർശക്കാരൊക്കെ കാണാൻ പറ്റുന്ന പോലും വിചാരിച്ചിരുന്നതല്ല. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ ചെറിയ പ്രോഗ്രാം ഇവിടെ വന്ന് ചെയ്യാൻ പറ്റിയതിൽ. അമൃത ടിവിക്ക് പ്രത്യേകം. ചെറിയ പ്രോഗ്രാം അല്ല, ഇത് വളരെ വലിയ പ്രോഗ്രാമാണ്. ഇതൊക്കെ ഇനി ഒരുപാട് വേദികളിലെല്ലാം കാരണം ഇതിപ്പോ രഞ്ജിനി പഠിച്ചില്ലെങ്കിൽ ഈ കല അന്യം നിന്ന് പോയില്ലേ. അതെ അതെ അതെ. അപ്പൊ ആകെയുള്ള ഒരു എന്താ പറയാ, അതൊരു മുതൽക്കൂട്ടാണ്. എന്തായാലും വളരെ സന്തോഷപൂർവ്വമായി ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്.